നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാർ ശമ്പളത്തിൽ ജോലി ചെയ്ത് അതേ സർക്കാരിനെതിരെ തന്നെ തെറി വിളിച്ചാൽ പിന്നെന്തു ചെയ്യണം? പിടിച്ചു പുറത്താകാതെ ഇരിക്കുമോ? സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രാ പദ്ധതിയായ പ്രിയദർശിനി സ്കീമിനെ ചൊല്ലി മുഖ്യമന്ത്രി വി.ഡി. സതീശനും സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അപകീർത്തികരമായ സന്ദേശം പോസ്റ്റ് ചെയ്ത KSRTC ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഞായറാഴ്ചയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടത്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ കാട്ടാക്കട ഡിപ്പോയിലെ താൽക്കാലിക ഡ്രൈവറായ ടോമിക്കെതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കാട്ടാക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനത്തുടനീളമുള്ള KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ചെയ്യാൻ അനുവാദം നൽകുന്ന പ്രിയദർശിനി പദ്ധതിയെക്കുറിച്ച് KSRTC ഡ്രൈവർമാരുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലാണ് ടോമി അപകീർത്തികരമായ പരാമർശം നടത്തിയത്. മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതായിരുന്നു ഈ സന്ദേശമെന്ന് പരാതിയിൽ പറയുന്നു. ശമ്പളം ലഭിക്കുന്നതിലെ കാലതാമസവും മറ്റ് സർവീസ് വിഷയങ്ങളും പരാമർശിച്ചുകൊണ്ടാണ് വിവാദമായ വോയിസ് നോട്ട് പങ്കുവച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. തുടർന്ന് ഈ ശബ്ദ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് സംഭവം വിവാദമായത്. ശമ്പളം ലഭിക്കുന്നതിലെ കാലതാമസവും മറ്റു പ്രതിസന്ധികളും ഉന്നയിച്ചായിരുന്നു ഉന്നത ഭരണകർത്താക്കൾക്കെതിരെ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ അടങ്ങിയ സന്ദേശം ഗ്രൂപ്പിൽ അയച്ചത്. ഇത് മറ്റുള്ള ഗ്രൂപ്പുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അത് വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾക്കിടയാക്കുകയായിരുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് വകുപ്പ് തല നടപടിക്കും പോലീസ് അന്വേഷണത്തിനും ഉത്തരവിട്ടത്. തെളിവായി വാട്സപ്പ് സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ടുകളും പരാതിക്കാരൻ പോലീസിനെ കൈമാറിയിട്ടുണ്ട്. കേസെടുക്കുക മാത്രമല്ല, ഉടനടി ഇയാളെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ കേരള പോലീസ് ആക്ടിലെയും പ്രസക്തമായ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രതിയായ ജീവനക്കാരന്റെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നും കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് KSRTC ജീവനക്കാർക്കിടയിൽ ജോലി ഭാരത്തെക്കുറിച്ചും കളക്ഷൻ കുറയുന്നതിനെക്കുറിച്ചും ചില തർക്കങ്ങളും ചർച്ചകളും നിലനിന്നിരുന്നതായ റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഭരണഘടനാ പദവികൾ വഹിക്കുന്ന വ്യക്തികൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം അധിക്ഷേപകരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് അനുവദിക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് പോലീസ്. KSRTC വകുപ്പ് തലത്തിലും ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ഏതായാലും പ്രിയദർശിനി ബസ് കൊണ്ട് എത്രയോ സ്ത്രീകൾക്കാണ് ഉപകാരമുണ്ടായതെന്ന് ഈ സ്മാർട്ട് ഫോണും കൈ പിടിച്ച് എവിടെയോ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഇത് നടപ്പിലാക്കിയ ഭരണാധികാരികളെ തെറി വിളിക്കുന്ന ഇത്തരക്കാർക്ക് അറിയില്ല. സാധാരണക്കാരായിട്ടുള്ള ഈ ബസ്സിൽ സഞ്ചരിക്കുന്ന ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന സ്ത്രീകളുടെ അടുത്ത് പോയി ചോദിച്ചു നോക്കുക, ഇത് വന്നതുകൊണ്ട് എത്രത്തോളം അവർക്ക് ഉപകാരമുണ്ടായി എന്നുള്ളത്. ദിവസവും എത്ര സ്ത്രീകളാണ് ജോലിക്കായിട്ട് കഷ്ടപ്പെട്ടു പോകുന്നത്. അവർക്ക് ഒരു നേരത്തെ ഈ പറയുന്ന ബസ് കൂലിയെങ്കിലും ലാഭിക്കാൻ സാധിച്ചാൽ അത് വലിയ ഉപകാരം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന നിരവധി ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതൊന്നും തന്നെ കണ്ണു തുറന്ന് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തുന്നവർ കാണുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഭരണം മാറിയത് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു ഈ പാവം KSRTC ഉദ്യോഗസ്ഥൻ. സർക്കാരുകൾ മാറി മാറി വരും, അത് മിക്ക സംസ്ഥാനങ്ങളിലും അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നതാണ്. തങ്ങൾക്ക് താല്പര്യമില്ലാത്തവർ വന്നാൽ അവരെ ഇത്തരത്തിൽ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിൽ വൃത്തികെട്ട ഭാഷയിൽ സമൂഹ മാധ്യമങ്ങളോട് അപമാനിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഒന്നില്ലെങ്കിലും ഈ പറയുന്ന ഡ്രൈവറും ഇതേ ശമ്പളം തന്നെയാണ് അദ്ദേഹം വാങ്ങുന്നത്, ഇതേ ശമ്പളം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. എന്നിട്ടാണ് ഇത്തരത്തിൽ വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മുടെ ഭരണകർത്താക്കൾക്കെതിരെ വോയിസുകളും അതുപോലെ തന്നെ അശ്ലീല മെസ്സേജുകളൊക്കെ തന്നെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത്. സംഭവത്തിൽ പൂവച്ചൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ഇതിന് പിന്നാലെയാണ് അച്ചടക്ക ലംഘനത്തിന് വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായി ടോമിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ KSRTC മാനേജ്മെന്റ് ഉത്തരവിട്ടത്. ഏതായാലും KSRTC ഗതാഗത മന്ത്രിയായിട്ടുള്ള CP ജോണും ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കാൻ തന്നെയാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ സസ്പെൻഷൻ എടുത്തിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം അച്ചടക്കരഹിതമായ പെരുമാറ്റങ്ങൾക്കെതിരെ കർശന നടപടി തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. മറ്റൊരു KSRTC വനിതാ കണ്ടക്ടർക്കെതിരെയും നടപടി ഉണ്ട്. കാരണം KSRTC ബസ്സിലെ വനിതാ കണ്ടക്ടർ സർവീസിനിടെ
ടിക്കറ്റും മെഷീനും പണവും മറ്റൊരു ജീവനക്കാരനെ ഏൽപ്പിച്ച് വീട്ടിൽ പോയതായി പരാതി. മൂന്നാർ ഡിപ്പോയിലെ കണ്ടക്ടർ മൂന്നാർ അടിമാലി റൂട്ടിലെ ചെകുത്താൻ മുക്കിൽ വെച്ച് അനുമതിയില്ലാതെ ജോലി അവസാനിപ്പിച്ച് വീട്ടിൽ പോയെന്നാണ് പരാതി. മൂന്നാർ കോട്ടയം റൂട്ടിലോടുന്ന ബസ്സിൽ ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവത്തിൽ KSRTC അന്വേഷണം ആരംഭിച്ചു. കോട്ടയത്ത് നിന്ന് മൂന്നാറിന് വരികയായിരുന്നു ബസ്. ഡിപ്പോയിലെ ജോലിക്ക് പോകുന്നതിനായി ഒരു KSRTC ജീവനക്കാരൻ ചെകുത്താൻ മുക്കിൽ നിന്ന് ബസ്സിൽ കയറി. തുടർന്നാണ് ടിക്കറ്റ് മെഷീനും പണവും ഡിപ്പോയിൽ ഏൽപ്പിക്കാൻ പറഞ്ഞ് കണ്ടക്ടർ ഇറങ്ങിപ്പോയത്. മൂന്നാറിലെത്താൻ അരമണിക്കൂർ ബാക്കിയുള്ളപ്പോഴായിരുന്നു ഇത്. ബസ് പതിവ് പോലെ മൂന്നാറിലെത്തി ഡിപ്പോയിൽ സർവീസ് നിർത്തിയാൽ സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്തെത്തി ഡ്യൂട്ടി അവസാനിപ്പിച്ച ശേഷം മെഷീനും പണവും നൽകി ബില്ലും നൽകി ഒപ്പിട്ട ശേഷം മാത്രമേ കണ്ടക്ടർ വീട്ടിൽ പോകാവൂ എന്നാണ് നിയമം. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ വിവരം ഡിപ്പോയിൽ അറിയിക്കുകയായിരുന്നു. ഏതായാലും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വനിതാ കണ്ടക്ടർ പകുതി വഴിയിൽ വെച്ചിട്ട്, അതും ഡ്യൂട്ടിക്കിടയിൽ തന്റെ ഡ്യൂട്ടി പോലും അവസാനിക്കാതെ ഇത്തരത്തിൽ ഇറങ്ങിപ്പോയത്? അതിന് മാത്രം എന്ത് അത്യാവശ്യമായിരുന്നു? ഇത്തരത്തിലുള്ള നിയമലംഘനം എന്തുകൊണ്ട് നടത്തി എന്നുള്ളതിലൊക്കെ തന്നെ ഇനി വിശദമായിട്ടുള്ള അന്വേഷണം വരും. അതിനുശേഷം മാത്രമായിരിക്കും ഒരു നടപടി ഉണ്ടാവുക.